കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാംഗമായി മാറിയ സിനിമാ താരമാണ് സുരേഷ് ഗോപി. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ചലച്ചിത്ര താരം എന്ന നിലയിൽ വലിയ ആരാധക പിന്തുണ ഉള്ളപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടി സുരേഷ് ഗോപി ഏവരെയും ഞെട്ടിച്ചത്. കേരളത്തിൽ ആദ്യമായി ചരിത്ര വിജയം നേടി താമര വിരിയിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലും അംഗമായിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം തൊഴിലും അഭിനയവുമായി മാറ്റിയവർക്കിടയിൽ അഭിനയിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി. കൊല്ലത്ത് 1958 ജൂൺ 26 ജനിച്ച സുരേഷ് ഗോപി 7ാം വയസ്സിലാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. 1965 ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെയായിരുന്നു സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര അരങ്ങേറ്റം. അതിനു പിന്നിലും മറ്റൊരു രസകരമായ ചരിത്രമുണ്ട്. സുരേഷ് ഗോപിയെ സിവിൽ സർവീസുകാരനാക്കണമെന്നായിരുന്നു ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന അച്ഛൻ ഗോപിനാഥൻ പിള്ളയുടെ ആഗ്രഹം. അതിനുവേണ്ടിയായിരുന്നു മദുരാശിയിലേക്ക് സുരേഷ് ഗോപിയെ പഠിക്കാൻ അയച്ചതും. പക്ഷേ കൊല്ലത്തെ ക്രൗൺ ബേക്കറിയിലും ഫാത്തിമ മാതാ കോളേജിന്റെ ഇടനാഴികളിലും കൂട്ടുകാർക്കൊപ്പം സുരേഷ് ഗോപി രുചിച്ചതും പങ്കുവെച്ചതും സ്വപ്നം കണ്ടതും സിനിമയായിരുന്നു. അങ്ങനെ മദുരാശിയിൽ വെച്ച് അച്ഛന്റെ സുഹൃത്തുക്കൾ വഴിയാണ് സുരേഷ് ഗോപി മലയാള സിനിമയിലേക്ക് എത്തിയത്. അതിനുശേഷം തമിഴ്, തെലുങ്ക്, കന്നഡ, ബോളിവുഡ് തുടങ്ങി 250-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1965 സിനിമയിലേക്ക് പ്രവേശിച്ചെങ്കിലും 90-കൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി താരപദവിയിലേക്ക് ഉയർന്നു വന്നത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ ഷാജി കൈലാസ് ചിത്രം തലസ്ഥാനം സുരേഷ് ഗോപിയുടെ തലവര തന്നെ മാറ്റി. പിന്നാലെ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരമായി മാറി സുരേഷ് ഗോപി. 1998 കളിയാട്ടത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടി. എന്നാൽ പിന്നീട് 2006 ശേഷം അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ പരാജയപ്പെട്ടു. നിലവിൽ BJPയുടെ മന്ത്രിയാണെങ്കിലും കോളേജ് പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. പിന്നീടുള്ള കാലത്ത് ഇന്ദിരാഗാന്ധിയോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ചായ്വ് കാട്ടിയിരുന്നു. പലപ്പോഴും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ഭേദമില്ലാത്ത പ്രചരണങ്ങളുടെ ഭാഗമായി 2006 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചാരണം നടത്തി. 2016 ഏപ്രിൽ 29 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 വ്യവസ്ഥകൾ പ്രകാരം പ്രഗത്ഭരായ പൗരന്മാരുടെ വിഭാഗത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയും രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. 2016 ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനോട് പരാജയപ്പെട്ടു. എന്നാലും 2 ലക്ഷത്തോളം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതായത് 2014 മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിനാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ അത്തവണ LDF സ്ഥാനാർത്ഥി P ബാലചന്ദ്രനോട് സുരേഷ് ഗോപി പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പിന്തള്ളപ്പെട്ടതു എന്നതാണ്. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 74,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തൃശൂരിൽ നിന്ന് വിജയിച്ചത്. ഒരു പക്ഷേ അന്നത്തെ തോൽവിയിൽ അവസാനിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ ജീവിതം പോരാടി നേടിയെടുത്തതാണ് ഈ MP സ്ഥാനം എന്ന് പറയാം.